ഹലോ ഗൈസ്, അപ്പോൾ നമുക്കിതൊരു ബിരിയാണി ഉണ്ടാക്കാം. അപ്പോൾ ചിക്കൻ സ്പെഷ്യലായിട്ട് ബിരിയാണിയാണ്. ഫസ്റ്റ് ട്രൈ ആണ്. എങ്ങനെയാവും എന്താവുന്നൊന്നും ഒരു പിടുത്തമില്ല. എന്നാലും നമുക്ക് ഉണ്ടാക്കി നോക്കാം. അപ്പോൾ അതായത് നമ്മൾ ചിക്കനൊക്കെ എടുത്ത് റെഡിയാക്കി വെച്ചു. നമ്മൾ കുറച്ച് ചിക്കൻ എടുത്തോളൂ. നമ്മൾ ഒരു നേരത്തേക്ക് വേണ്ടി ഉണ്ടാകുള്ളൂ. ഫസ്റ്റ് അല്ലേ, വെറുതെ ഉണ്ടാക്കി കുളമൊക്കെ ഉണ്ടല്ലോ എന്ന് വിചാരിച്ച്. അപ്പം നമ്മൾ ഒരു നേരത്തേക്ക് വേണ്ടിയാണ് ബിരിയാണി ഉണ്ടാക്കുന്നത്. ഞാനും അമ്മാമ്മയും പിന്നെ അമ്മ രാത്രി അമ്മ ജോലിക്ക് പോയേക്കും. അമ്മ രാത്രി വരുമ്പോൾ കഴിക്കും. അപ്പം നമ്മൾ ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ ഇന്നലെ കഴുകി ഫ്രിഡ്ജിൽ വെച്ചേക്കും. അപ്പോൾ രാവിലെ എഴുന്നേറ്റപ്പോഴേ വെള്ളത്തിലിട്ട് വെച്ച് ഐസൊക്കെ കളഞ്ഞ് ചിക്കൻ റെഡി ആയിട്ട് ഇനി മസാലയൊക്കെ പരട്ടിയിട്ട് കുറച്ച് നേരം മാറ്റി വെക്കാം. നമുക്ക് കുറച്ച് 5 മിനിറ്റ് 10 മിനിറ്റ് നേരം മാറ്റി വെക്കണമല്ലോ. അപ്പോഴത്തേക്ക് നമുക്ക് ബാക്കി ഉള്ളി ആ സാധനങ്ങളൊക്കെ അരിഞ്ഞെടുക്കാം. അപ്പോൾ നമുക്ക് ചിക്കൻ മാഗ്നേറ്റ് ചെയ്തിട്ട് വരാം. നമ്മളപ്പോൾ ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്തേക്ക് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, കുറച്ച് തൈര്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. അപ്പോൾ ഇത്ര ഇട്ടിട്ട് കാണാം. അപ്പോൾ നമ്മൾ എടുത്ത് വെച്ചതിലേക്കൊരു കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മല്ലിപ്പൊടി. ഈ മസാലയുടെ അളവൊന്നും കറക്റ്റ് പറയാൻ എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ തന്നെ ഓരോ യൂട്യൂബിലെ വീഡിയോ കണ്ടിട്ട് ചെയ്യുക. പിന്നെ മുളക് പൊടി അല്ല, ഓരോ ആവശ്യത്തിന് ഇട്ടാൽ മതി. പിന്നെ നമ്മുടെ കയ്യിൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉണ്ടായി. പേസ്റ്റ് ഇല്ലെങ്കിൽ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി അരച്ചെടുത്താലും മതി. അത് നമ്മളിതേ കുറച്ചിട്ട് കൊടുത്ത് അതിലേക്ക് നമ്മളിതേ തൈരും ഇട്ട് കൊടുത്തിട്ട് നമുക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്യാം. നമ്മുടെ ചിക്കൻ എല്ലാം നല്ലോണം മാഗ്നേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു മണിക്കൂർ അല്ലെ അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കാം. എന്നാലേ മസാല നല്ലോണം പിടിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് ക്ലോസ് ചെയ്തിട്ട് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കാം. അങ്ങനെ നമ്മളിപ്പോൾ ചിക്കനൊക്കെ മാഗ്നേറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ബിരിയാണി അരി വെള്ളത്തിലിട്ട് വെക്കണം. അപ്പോൾ ഒരു 30 മിനിറ്റ് വരെ നമ്മൾ വെള്ളത്തിലിട്ട് വെക്കണം ബിരിയാണി അരി. അപ്പോൾ ആ ടൈമിൽ നമ്മളിത് ബിരിയാണി അരി എല്ലാം വെള്ളത്തിലിട്ട് സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് സവാള മസാലകൾ എല്ലാം റെഡിയാക്കി വെക്കണം. അപ്പോൾ നമുക്ക് അതൊക്കെ റെഡിയാക്കി വെച്ചിട്ട് കാണാം. നമ്മളിത് സവാളയും പച്ചമുളകും പിന്നെ കുറച്ച് സ്പൈസസും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഈ ടൈം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം, ഇതിൻ്റെ അകത്ത് നിന്ന് കുറച്ച് സവാള ഫ്രൈ ചെയ്തെടുക്കും. വെച്ചിട്ട് ബ്രൗൺ ആയിട്ട് നമ്മൾ ഗാർണിഷ് ചെയ്യാൻ വേണ്ടി കുറച്ച് സവാള നമ്മൾ ഫ്രൈ ചെയ്തെടുക്കും. ഇനി നമ്മൾ മാഗ്നേറ്റ് ചെയ്ത് വെച്ച ചിക്കനെടുത്ത് നമുക്ക് ചെറുതായിട്ട് ലൈറ്റായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. എന്നിട്ട് ഫ്രൈ ചെയ്തിട്ട് ഇടുമ്പോഴാണല്ലോ ടേസ്റ്റ് കൂടുതൽ. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ പാൻ വെച്ച് അതിൻ്റെ അകത്തേക്ക് ഇതേ നമ്മൾ എണ്ണ ചൂടായപ്പോഴത്തേക്ക് നമ്മൾ ഓരോ ചിക്കനായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് നമുക്ക് ഫ്രൈ ആയിട്ട് വന്നാൽ മതി. ഭയങ്കര അങ്ങനെ മൊരിഞ്ഞു പോകണ്ട. നമ്മൾ ഓരോ ചിക്കനായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ചിക്കൻ ഇവിടെ റെഡിയാണ്. സമയം കൊണ്ട് നമുക്ക് കുറച്ച് സവാള ഗാർണിഷ് ചെയ്യാനിടാന്ന് പറഞ്ഞാൽ നമുക്ക് ക്രിസ്പി ആയിട്ട് ഇടൂലേ മറ്റ് ബിരിയാണിയിലൊക്കെ നല്ല ബ്രൗൺ കളറായിട്ട്. അപ്പം അത് നമുക്ക് റെഡിയാക്കി എടുക്കാം. അങ്ങനെ നമ്മുടെ ചിക്കനും സവാളയും നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. ഇനിയാണ് നമുക്ക് നമ്മുടെ സ്പൈസസ് ഒക്കെ ഒന്ന് ചൂടാക്കി എടുത്തിട്ട് ബിരിയാണി സ്റ്റാർട്ട് ചെയ്യാൻ ഉണ്ടാക്കാം. അങ്ങനെ നമ്മളൊരു പാത്രം കഴുകി എടുത്തിട്ടുണ്ട്. ഇത്ര വലിയ പാത്രത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. പക്ഷേ പുതിയ വീടാണ്, നമ്മൾ ഈയിടക്ക് മാറിയതേ ഉള്ളൂ. അപ്പോൾ പാത്രം എവിടെ വെച്ചേക്കണേ എങ്ങനെ വെച്ചേക്കണേന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. എല്ലാം അമ്മയും കൂടിയാണ് ഒതുക്കിയത്. പിന്നെ ഞാൻ വന്നതിനൊക്കെ നമ്മൾ നോക്കിയെന്ന് സഹായിക്കും, അത്രയൊക്കെ ചെയ്തോളൂ. എല്ലാവരും ചെയ്തു കൊടുത്തായിരുന്നു. കുറച്ചൊക്കെ ഒതുക്കി കിച്ചനൊക്കെ ഒതുക്കിയായിരുന്നു വന്നതിനൊക്കെ. അപ്പോഴേ നമ്മൾ പാത്രം വെച്ചിട്ടുണ്ട്. ഈ പാത്രം ചൂടായി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഈ സ്പൈസസ് ഒക്കെ ഇട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. അതായത് നമ്മുടെ പാൻ ചൂടായിട്ടുണ്ട്. പാൻ ചൂടായിട്ട് നമ്മൾ മസാല ഇതാക്കാൻ വേണ്ടി നമ്മൾ ചിക്കൻ യൂസ് ചെയ്ത എണ്ണയും സവാള വറുക്കാനെടുത്ത എണ്ണയിൽ ആ എണ്ണ തന്നെയായിട്ട് യൂസ് ചെയ്യണം. അതാകുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് കൂടുമല്ലോ. മെയിൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എണ്ണ തീർത്ത് കഴിഞ്ഞാൽ അമ്മാമ്മേനെ കൊല്ലും, അതാ സത്യം. അപ്പോൾ നമുക്ക് ആ എണ്ണ പിന്നെ നമ്മൾ ഉള്ളി വറുക്കാനെടുത്ത എണ്ണയും യൂസ് ചെയ്യും. പിന്നെ എണ്ണ ചൂടായി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഈ സ്പൈസസ് ഒക്കെ ഒന്ന് ചൂടാക്കിയെടുക്കാം. ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുക്കാം. അല്ലാതെ എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കിനി ഈ സ്പൈസസ് ഒക്കെ ഇട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. നമുക്കിതിനി ഒന്ന് ജസ്റ്റ് ചൂടാക്കിയെടുക്കാം. അതിന് നമ്മൾ എടുത്തില്ലേ 3 സവാളയായിരുന്നു നമ്മളെടുത്ത്. അതിനകത്ത് ഒരു സവാള നമ്മൾ ക്രിസ്പി ആയിട്ട് ഫ്രൈ ചെയ്തെടുത്ത്. പിന്നെ സവാള ഫ്രൈ ചെയ്യണതിൻ്റെ ഒപ്പം നമുക്ക് വേണമെങ്കിൽ കശുവണ്ടി
മുന്തിരിയും ഫ്രൈ ചെയ്തെടുക്കാം. പക്ഷെ നമ്മുടെ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് നമ്മളിപ്പോൾ അതെടുക്കണ്ട. അപ്പോൾ അതുകൊണ്ട് സവാള മാത്രം നമ്മൾ ഫ്രൈ ചെയ്തെടുത്തോളൂ. ബാക്കി 2 സവാള നമ്മൾ വഴച്ചാൻ വേണ്ടി എടുക്കും. അതിൻ്റെ ഒപ്പം നമ്മളൊരു പച്ചമുളകും കൂടി ഇട്ടിട്ട് വഴറ്റിയെടുക്കും. അപ്പോൾ അതൊക്കെ റെഡി ആയിട്ടിരിക്കണം. സവാള നമ്മളൊന്ന് വഴറ്റിയിട്ടുണ്ട്. അധികം വഴണ്ട് വരണം. നമുക്കിനി മസാലയൊക്കെ ഇട്ടൊന്നും കൂടി വേവിക്കാനുള്ളത് അല്ലേ. അപ്പോൾ നമുക്ക് ബാക്കി മസാലകൾ ഇട്ടിട്ട് കാണാം. അങ്ങനെ നമുക്ക് ആദ്യം കുറച്ച് മുളക് പൊടി, എരിവ് കൂടുതൽ ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ ഇച്ചിരി അധികം മുളക് പൊടി ഇടാം. ഇവിടെ അങ്ങനെ എരിവ് അത്ര താല്പര്യമില്ല. എനിക്ക് മാത്രമാണ് എരിവ് വേണം. മധുരത്തിൻ്റെ ആൾക്കാരാണ് അമ്മയും. അങ്ങനെ നമ്മൾ മുളക് പൊടി ഇട്ട് ഇച്ചിരി മല്ലിപ്പൊടി. ഇതിൻ്റെ കളർ എനിക്ക് കറക്റ്റ് അറിഞ്ഞുകൂടാ. നിങ്ങളൊരു ഏകദേശം വെട്ടം നമ്മൾ മാത്രമല്ലേ കഴിക്കുള്ളൂ. വേറെ ആരും നമ്മൾ ടേസ്റ്റ് ഞാൻ പറഞ്ഞില്ലേ ഫസ്റ്റ് ടൈം ട്രൈ ചെയ്യുന്നതുകൊണ്ട് എന്ത് ചെയ്യണം എങ്ങനെയാണ് ഇതിന് കഴിക്കാൻ പറ്റുമോന്ന് പോലും എനിക്ക് അറിഞ്ഞുകൂടാ. പറ്റിയില്ലെങ്കിൽ അമ്മാമ്മ എന്നെ ഇന്ന് കൊല്ലുത്ത സവാളയും മസാലകളും കളഞ്ഞു കഴിഞ്ഞ് നമ്മളിത് മല്ലിപ്പൊടി ഇട്ട് ഗരം മസാല ഇട്ട് അത് കഴിഞ്ഞ് എന്തൊക്കെ മസാലയാണ് അതൊക്കെ നമുക്ക് ഇട്ട് ഫ്രൈ ചെയ്തിട്ട് എന്താകും ഒരു ടേസ്റ്റിൽ ചിക്കൻ മസാല ഇട്ട് പിന്നെ കുറച്ച് കുരുമുളക് പൊടി ഇട്ട്, കുരുമുളക് പൊടിച്ചതാണെങ്കിലും മതി. ഇവിടെ പാക്കറ്റ് ഇരിപ്പുണ്ടായപ്പോൾ ഞാനത് യൂസ് ആക്കി. ഇത് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതും കുറച്ചിട്ട് നമുക്ക് നല്ലോണം വഴറ്റിയെടുക്കാം. സവാള ആയിക്കഴിഞ്ഞപ്പോൾ നമ്മളിത് റെഡിയാക്കി വെച്ച ചിക്കൻ അതിൻ്റെ അകത്തേക്ക് ഇട്ടിട്ട് ഇച്ചിരി ചാറാക്കി എടുക്കാൻ വേണ്ടി കുറച്ച് വെള്ളം ഒഴിക്കാതെ നമുക്ക് തലേക്കൊന്ന് പിടിക്കണവരെ നമുക്ക് കുറച്ചൊരു 5 മിനിറ്റ് ഒന്ന് മൂടി വെക്കാം. അരി വേവിക്കാനായിട്ട് നമുക്കൊരു പാത്രം എടുത്തിട്ട് വരാം. പാത്രത്തിട്ട് അങ്ങനെ നമ്മൾ പാത്രമൊക്കെ എടുത്തിട്ടുണ്ട്. നമുക്ക് നമ്മൾ 2.25 ഗ്ലാസ് അല്ലേ അരി ഇട്ടത്. അപ്പം 3 ഗ്ലാസ് വെള്ളം എന്നാണ് അമ്മ പറഞ്ഞത്. നമുക്ക് അതനുസരിച്ച് ിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച സ്പൈസസ് ഇട്ട് നമ്മൾ കുറച്ച് ഉപ്പിട്ട് നാരങ്ങ നീരിട്ട് പിന്നെ നമ്മൾ വറുത്ത് വെച്ച ഉള്ളിയില്ലേ ആ ഉള്ളിയും കുറച്ചിട്ട് ഇത് നമുക്ക് ബിരിയാണി അരിൻ്റെ ഉള്ളിലേക്ക് ഇടാം. അത് നമ്മളിടണമെന്ന് പറഞ്ഞാൽ നമുക്കൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയാണ്. അങ്ങനെ അമ്മ പറഞ്ഞു തന്നത്. ഞാൻ പറഞ്ഞ ഫസ്റ്റ് ടൈം ഉണ്ടാകുന്നതുകൊണ്ട് ഓരോ കാര്യം അമ്മേനെ വിളിച്ച് ചോദിക്കും, അല്ലെങ്കിൽ യൂട്യൂബ് നോക്കി ചെയ്യും. അങ്ങനെയാണ്. ഇതെങ്ങനെ വരുന്നത് എനിക്കറിയാത്തത് കൊണ്ട് നിങ്ങളിതാരും പരീക്ഷിക്കരുത്. സക്സസ് ആയാൽ നമുക്ക് നോക്കാം. സക്സസ് ആയില്ലേ എന്താണെങ്കിലും നമുക്ക് കഴിക്കണമല്ലോ. നമ്മൾ കഷ്ടപ്പെടുന്ന പിന്നെ നമ്മളെടുത്ത് കുഞ്ഞ് റൈസാണ് കേട്ടോ. കുഞ്ഞ് റൈസ് നമ്മളിവിടെ ബിനോയ്ക്കും ആര്യക്കും ബിന്നുവിനും ഭയങ്കര ഇഷ്ടമാണ് കുഞ്ഞു റൈസ്. ഞങ്ങൾ എപ്പോഴും ബിരിയാണി ആകുമ്പോൾ കുഞ്ഞു റൈസിൻ്റെ ബിരിയാണി ഉണ്ടാവണം. നീല റൈസ് ആരും കഴിക്കില്ല, പ്രത്യേകിച്ച് ആരും കഴിക്കില്ല. അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് കുഞ്ഞു റൈസ്. അവർക്ക് കഴിക്കാൻ വേണ്ടി താല്പര്യം. നമ്മുടെ കുഞ്ഞു റൈസ് ഉണ്ടാകുന്നത് നമ്മൾ അതാണ് ഇതുള്ളത്. അപ്പം നമ്മൾ ഈ റൈസ് ആകുമ്പോഴത്തേക്കും നമ്മുടെ ചിക്കൻ ഇപ്പുറം ആയിട്ടുണ്ടാവും, റെഡി ആയിട്ടുണ്ടാവും. റൈസ് ആയിട്ട് അങ്ങനെ നമ്മൾ വെന്ത റൈസ് എടുത്ത് ബിരിയാണി ചിക്കൻ കറി നമ്മൾ ആക്കിയിട്ട് മിക്സ് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ സവാള നമ്മൾ വറുത്ത് വെച്ച് അതും കൂടി ഇട്ട് നമ്മൾ ബിരിയാണി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രഷ് ആയി വന്നിട്ട് ഉച്ചക്ക് ബിരിയാണി വെച്ചിട്ട് അമ്മാമ്മയുടെ ടേസ്റ്റ് കൊടുക്കും. നമ്മുടെ ബിരിയാണി ഇവിടെ സെറ്റായിട്ടിരിക്കുന്നത്. നമുക്കിനി ഫ്രഷ് ആയിട്ട് വരാം. അപ്പോൾ ഗൈസ് നമ്മളത് ബിരിയാണിയൊക്കെ ഉണ്ടാക്കി സെറ്റാക്കി കുറച്ച് ഇതൊക്കെ ഉണ്ടെങ്കിലും കുഴപ്പമില്ല, കഴിക്കാം എന്നുള്ള രീതിയിലായി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ബൈ.